ശ്രീമതി രഞ്ജു രഞ്ജിമാർ നോക്കൂ, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ തന്നെയും ഈ സത്യഭാമ പറയുന്നുണ്ട്. സ്വാഭാവിക അവരുടെ യൂട്യൂബ് ഇൻ്റർവ്യൂവും ഇന്ന് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഒക്കെ രഞ്ജുമാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. എന്താണ് രഞ്ജുമാർക്ക് തോന്നിയത്? ആദ്യമേ തന്നെ രാമകൃഷ്ണനോട് ഒരു സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. കാരണം ഇത്രയും പ്രഗത്ഭനായ ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ കലയെ ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. പകരം അദ്ദേഹത്തിന്റെ ജാതിയെയും നിറത്തിനെ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. കാരണം രാമകൃഷ്ണനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. മണിച്ചേട്ടൻ എന്നൊരു വ്യക്തിയുടെ ആ ഒരു കെയർ ഓഫിൽ അല്ലാതെ തന്നെ എനിക്ക് രാമകൃഷ്ണനെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ രാമകൃഷ്ണൻ മാനസികമായിട്ട് അനുഭവിച്ചു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, സത്യഭാമ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയിൽ നിന്ന് രാമകൃഷ്ണൻ അനുഭവിച്ചു വരുന്ന ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഞങ്ങൾ എല്ലാവരും അറിയുന്നതാണ്, ഞങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. ഇന്ന് രാവിലെ എന്താ പറയുക, യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കേൾക്കാനിടയായത്. ശരിക്കും മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് സത്യഭാമയെ പറ്റി പറയുവാണെങ്കിൽ ആസ് എ പേഴ്സൺ എനിക്ക് പറയുവാനുള്ളത്. കാരണം വർഷങ്ങളായിട്ട് രഞ്ജുമാർ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് RLV രാമകൃഷ്ണന്റെ മാത്രം വിഷയമല്ല. RLV രാമകൃഷ്ണൻ പക്ഷേ ഇതൊക്കെ താങ്ങാൻ കഴിവുള്ള വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. നോക്കൂ, ഇപ്പോൾ ഇവരുടെ ഈ സത്യഭാമയുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിന് ശേഷം നിരവധി ആളുകൾ മുന്നോട്ട് വന്ന് ഇവരുടെ ഒരു വർത്തമാന രീതിയെക്കുറിച്ചൊക്കെ പറയുകയാണ്. നോക്കൂ, അവരോട് രാവിലെ, മാഡം ഒന്ന് കേൾക്കൂ, അവരുടെ രാവിലെ നിരവധി ചോദ്യങ്ങൾ വന്നിരുന്നു. ആ ചോദ്യങ്ങളിലെ മുഴുവൻ നിങ്ങൾ കറുത്ത കുട്ടികളെ പഠിപ്പിക്കാറില്ലേ എന്നുള്ളതാണ്. കറുത്ത കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, അവരുടെ പൈസ മേടിച്ച് പോക്കറ്റിലിടാറുണ്ട്. എന്നിട്ട് ഞാൻ അവരോട് മത്സര ഇനത്തിലേക്ക് പോകരുത് പറയണം. നോക്കൂ, നമ്മുടെയൊക്കെ കുട്ടികൾ ഇവരുടെ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് കറുപ്പാണ് എങ്കിൽ അവരോട് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോ, വേണമെങ്കിൽ ക്ഷേത്രത്തിലോ പള്ളിയിലോ പോയി മാത്രം നിങ്ങളുടെ ഡാൻസ് അവതരിപ്പിച്ചാൽ മതി, നിങ്ങൾ മത്സര ഇനത്തിൽ പോകരുത്, നിങ്ങൾ കറുത്തവരാണ്, നിങ്ങൾ സൗന്ദര്യമില്ലാത്തവരാണെന്ന് അവരേതാ ഈ 66-ാമത്തെ വയസ്സിൽ പറയുകയാണ്. അതെ, അത് ഇന്നും ഇന്നലെയല്ല, തിരുവനന്തപുരം ജില്ലയിലുള്ള ഒട്ടുമിക്ക മാതാപിതാക്കളുടെയും വായിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എത്ര കുട്ടികളുടെ അവസരങ്ങളാണ് ഇവർ നിഷേധിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? കാരണം ഒരുപാട് കുട്ടികൾ നമ്മളെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, സത്യഭാമ ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് അനുഭവം. നമ്മളെ പബ്ലിക്കായിട്ട്, അതായത് മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ, നിറം കൂടിയ കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മളെ പരിഹസിക്കുന്ന തരത്തിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് ഉടുവസ്ത്രം പൊക്കി കാണിക്കുന്ന അത്തരം എന്താ പറയാ, താഴേക്കിടയിൽ വന്ന് പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒരു കഴിവുള്ള ഒരു സ്ത്രീയാണ് അവരൊരു കലാകാരിയായിട്ട് നമുക്ക് പറയുവാൻ പറ്റില്ല. കാരണം ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ പ്രിയ സുഹൃത്തിന്റെ മുമ്പിൽ വന്ന് മോഹിനിയാട്ടത്തിൽ ഒരു മുദ്ര പോലും കാണിക്കുവാനുള്ള യോഗ്യതയില്ല എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവര് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നർത്തകനാണ് ശ്രീമാൻ എണ്ണക്കാട് നാരായണൻകുട്ടി സാറിന്റെ അടുത്ത് ഇവര് പോയി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, ഇവർക്ക് അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു അവാർഡിന് സമർപ്പിക്കുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല നോക്കുന്നത്, അവര് ആ ഫീൽഡിൽ ചെയ്തിരിക്കുന്ന കലാപ്രവർത്തനങ്ങളെയും കൂടി വിലയിരുത്തും. ഈ നിമിഷം വരെ രാമകൃഷ്ണൻ ചെയ്യുന്നത് പോലെ ഒരു നൃത്തം അവർക്ക് വേദിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കലാമണ്ഡലം എന്ന് പറയുന്ന ഇത്രയും മഹനീയമായ ആ ഒരു പേര് മാത്രം തുമ്പത്ത് ചേർത്തുകൊണ്ട് ഇവര് കാലാകാലങ്ങളായിട്ട് എത്രയെത്ര കുട്ടികളിൽ നിന്നാണ് പൈസ വാങ്ങിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കലയോട് എന്തെങ്കിലും ഒരു നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ഇവരോട് ചോദിക്കണം. തീർച്ചയായും. Debate with MV Nikesh Kumar.